ദോശയുടെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് സാമ്പാറാണോ അതോ തേങ്ങ ചട്നിയാണോ അതോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് നല്ല നെയ്യൊക്കെ ഒഴിച്ച് മൊരിച്ചെടുത്ത ദോശയിലേക്ക് നല്ല കട്ടി തക്കാളി ചമ്മന്തി ഒഴിച്ച് കഴിക്കാനാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ നല്ലൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊന്ന് ഉഴുന്നിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അതിലോട്ട് വെളുത്തുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിൻ്റെ പുളിപ്പിനേക്കാളും ഒരു ഉള്ളീൻ്റെ മധുരം കുറച്ചെടുത്ത് നിൽക്കുന്നൊരു ടേസ്റ്റാണ്. അപ്പം തക്കാളിനേക്കാളും കുറച്ച് കൂടുതൽ ഉള്ളി എടുക്കണം. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതൊന്ന് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.